ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കാം. ഇന്നീ ദിവസം യേശു പ്രത്യേകമായ വിധം വളരെയധികം സങ്കടങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വചനഭാഗമാണ് നാം ധ്യാനിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ യേശു താൻ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും അത് എപ്രകാരമായിരിക്കുമെന്നൊക്കെ യേശു അവരുടെ മധ്യേ പറയുന്നു. അത്താഴ വിരുന്നിനിടയിലാണ് യേശു അത് പറയുക. ഭൂമിയിലെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഇടമാണ് അത്താഴം. ആ അത്താഴത്തിനിടയിൽ ക്രിസ്തുവിൻ്റെ നെഞ്ചു നുറുക്കുന്ന ദുരനുഭവമാണ്. ജീവിതത്തിൽ കടന്നു വരാനുള്ള സഹനത്തെക്കാൾ, പീഡാനുഭവത്തെക്കാൾ, കുരിശുമരണത്തെക്കാൾ സങ്കടം നൽകുന്ന ഒന്നെന്തെന്നോ, കൂടെ നിൽക്കുന്നവർ, താൻ സ്നേഹിക്കുന്നവർ തന്നെ മനസ്സിലാകാതെ വരുമ്പോൾ, തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റുകൊടുക്കുമ്പോൾ, സ്നേഹം വഞ്ചിക്കപ്പെടുന്നുവെന്ന് തോന്നുന്ന നിമിഷം അത് ദുരനുഭവമാണ്. ഒറ്റുകൊടുക്കപ്പെടുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് അസീസിലെ ഫ്രാൻസിസ് നിലവിളിച്ചത് ഒരുപക്ഷെ ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം. ഒറ്റുകാരൻ്റെ ദുർവിധി വളരെ വേദനാജനകമാണ്. അവൻ അപ്പക്കഷണം സ്വീകരിച്ച ശേഷം അവൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ചൈതന്യമല്ല പ്രവർത്തിക്കുന്നത്, സാത്താൻ അവനിൽ പ്രവർത്തിച്ചു എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. എങ്ങനെയാണ് ദിവ്യകാരുണ്യ സ്വീകരണം നമ്മുടെ ഉള്ളിൽ തിന്മയുടെ ബലങ്ങൾ നൽകുന്നത്? ഒരുക്കമില്ലാതെ, ഹൃദയവിശുദ്ധിയില്ലാതെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയില്ലാതെ, സാഹോദര്യ സ്നേഹത്തിൻ്റെ കൃപയില്ലാതെ, ശത്രുതയിൽ, വിദ്വേഷത്തിൽ അവരിനെ ഒറ്റിക്കൊടുക്കുവാൻ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ നാമും യഥാർത്ഥത്തിൽ യൂദാസിൻ്റെ ദുർവിധിയിലേക്ക് നയിക്കപ്പെടും. അത് ഏറ്റവും ദുരന്തപൂർണമായ അനുഭവമാണ്. അവൻ അത്താഴത്തിന് ഇടയിൽ ഇറങ്ങിപ്പോകുമ്പോൾ രാത്രിയായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. അവൻ പോയത് അന്ധകാരത്തിലേക്കാണ്, പാപത്തിലേക്കാണ്. തൻ്റെ ഗുരുവും നാഥനുമായ ക്രിസ്തു ഇത്രമാത്രം സ്നേഹിച്ചിട്ടും, എളിമയുടെയും നന്മയുടെയും ക്ഷമയുടെയും കൃപയുടെയും പാഠങ്ങൾ പഠിപ്പിച്ചിട്ടും, ഭൂമിയിൽ നന്മ ചെയ്യുന്നത് കണ്ടിട്ടും, അനേക അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് അനുഭവിച്ചിട്ടും അവന് ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുന്നില്ല. നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ സുവിശേഷമായി നാം താരതമ്യപ്പെടുത്തി വായിക്കേണ്ടതുണ്ട്. നമ്മൾ എത്രമാത്രം സുവിശേഷം കേൾക്കുന്നു, ധ്യാനിക്കുന്നു, വായിക്കുന്നു, ചിന്തിക്കുന്നു, പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്ര മാനസാന്തരമാണ് നമുക്കുണ്ടാവുക? വചനത്തെ നാം ഇനിയെങ്കിലും ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ടോ? പലപ്പോഴും യൂദാസിനെ പോലെ നമ്മുടെ ജീവിതം സങ്കടകരമായ ദുരനുഭവത്തിൽ അന്ധകാരത്തിലേക്ക് നയിക്കപ്പെടുന്ന അനുഭവമായി മാറുന്നുണ്ടോ? ഇത് ആത്മപരിശോധനയുടെ കാലഘട്ടമാണ്. തപസ്സുകാലത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ നമ്മളിലെയും യൂദാസിനെ തിരിച്ചറിയണം. നമ്മളിലെ ഒറ്റുകാരനെ നമ്മൾ തിരിച്ചറിയണം. ഇന്നിൻ്റെ സാഹോദര്യത്തെ നാം തള്ളിപ്പറയുമ്പോൾ, നിഷേധിക്കുമ്പോൾ യൂദാസ് ചെയ്ത അതേ പ്രവൃത്തി തന്നെയല്ലേ നാം ചെയ്യുക? മാനസാന്തരത്തിൻ്റെ ആത്മീയതയാൽ നിറയാൻ കർത്താവിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തെ നമുക്ക് കൃപയോടുകൂടി യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.